Calculus of multivariable functions next topic tangent planes and normal lines. This is an important topic. So, we have two sections. Tangent planes and normal lines to the level surfaces f of xyz equal to c. That is f of xyz equal to c tangent planes and normal lines equations. This is just equations by heart. Concept. Let P of x0, y0, z0 be a point on the graph of f of xyz equal to c where del f is not 0. That is, f of xyz equal to c in the surface. That is a point P of x0, y0, z0. Now, the gradient vector is 0 vector. Okay. The tangent plane at P is that plane through P that is normal to del f evaluated at P. That is, P is tangent plane. P is plane that del f is normal. That is normal to del f evaluated at P. If Q of x, y, z and P of x0, y0, z0 are points on the tangent plane and R and R0 are their respective position vectors, then a vector equation of the tangent plane is del f of x0, y0, z0 dot R minus R0 equal to 0. That is Q of x, y, z, P of x0, y0, z0 tangent plane 2 points. We have tangent plane vector equation and Cartesian equation. We have vector equation. Q is P is 2 points. P is x0, y0, z. This is an arbitrary point. This point position vector R. P of x0, y0, z0 position vector R0. അങ്ങനെയെങ്കിൽ നമ്മൾ ടാൻജന്റ് പ്ലെയിനിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ del f dot r minus r0 equal to 0. അതായത് ആ ടാൻജന്റ് പ്ലെയിനിന്റെ മുകളിലുള്ള ഇക്വേഷൻ ആയിരിക്കും ഇത്. സോറി, ഒരു വെക്ടർ ആയിരിക്കും ഇത് r minus r0 എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അറിയുന്നതാണ് del f dot r minus r0 equal to 0. ഇത് ടാൻജന്റ് പ്ലെയിനിന്റെ മുകളിലുള്ള വെക്ടർ ആണ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം del f dot r dash of t naught equal to 0. ഇത് r dash of t naught എന്ന് പറയുന്നത് ഇവിടെ R ഉം R0 ഉം ടാൻജന്റ് പ്ലെയിനിന്റെ മുകളിലുള്ളതാണ്. അതുകൊണ്ട് del f dot r minus r0 equal to 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ. നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ദിസ് ഇസ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ. ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ നമ്മളിവിടെ പറയുന്നത്, നമുക്കിനി പറയുന്നതാണ്, നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മൾ വെക്ടർ ഇക്വേഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് പാരാമെട്രിക് ഫോമിലുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കർവിൻ്റെ ഫോമിലുള്ള ഒരു ഇക്വേഷൻ വേണം, കാർട്ടീഷ്യൻ ഇക്വേഷൻ പോലെ. അപ്പോൾ അതെന്താ നോക്കാം. ലെറ്റ് P of x0, y0, z0 be a point on the graph of f of x, y, z equal to c where del f is not 0. Then an equation of the tangent plane at P is fx at x0, y0, z0 into x minus x0 plus fy x0, y0, z0 into y minus y0 plus fz x0, y0, z0 into z minus z0 equal to 0. ഇതാണ്. ഇതൊന്നുമില്ല ഈ ഇക്വേഷനിലെ ഇക്വേഷനെ കാർട്ടീഷ്യൻ ഫോം എഴുതിയിട്ടുണ്ടല്ലോ. ഒന്നുകിൽ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ ചോദിച്ചേക്കാം എക്സാമിന്. നമുക്ക് നോക്കാം. പി എന്ന് പറയുന്നത് ഒരു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു ലെവൽ സർഫസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത്. അവിടെ ഡെൽ എഫ് നമ്മളെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 0 അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റ് പ്ലെയിൻ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടാൻജന്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട്. ഇവിടെ എഫ് എക്സും എഫ് വൈയും എഫ് സെഡൊക്കെ എന്താ? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ സെഡ്. The line through the point P parallel to the normal vector del f is perpendicular to the above tangent plane. We call this the normal line, or sometimes more simply normal to the surface s equal to s f of x y z equal to c at p naught. അതായത് നമുക്ക് f of x y z equal to c എന്ന് പറയുന്ന ലെവൽ സർഫസ് തന്നിട്ടുണ്ട്. അതിൽ p naught എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കുന്ന നോർമൽ എന്താണെന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ലൈൻ. അതായത് ഈ നോർമൽ ലൈൻ എന്ന് പറയുന്നത് ടാൻജന്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡെലഫിന്റെ ഡയറക്ഷനിൽ വരുന്ന ലൈനെയാണ് നമ്മൾ പറയുന്നത്. ഡെലഫിന് പാരലൽ ആയിട്ട് കിടക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നോക്കേണ്ടത്. ദ നോർമൽ ലൈൻ ടു ദ ലെവൽ സർഫസ് എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി അറ്റ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് പാരാമെട്രിക്കലി ആസ്. അതായത് നമുക്കൊരു ലെവൽ സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി തന്നിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ്
പോയിന്റ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് അതിലുള്ള നോർമൽ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് നോർമൽ ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ഇൻറ്റു ടി. ഓക്കെ, y ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ഇൻറ്റു ടി. z ഈക്വൽ ടു സെറ്റ് നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ഇൻറ്റു ടി. ഇത് മൂന്നും പഠിച്ചു വെക്കുക. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. അപ്പം ഇത് ശരിക്കും നിങ്ങളൊന്ന് ലൈനിൻ്റെ ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ എന്താ ലൈനിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്? ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി എന്നല്ലേ, ടി ബി ഇങ്ങനെയല്ലേ പഠിച്ചത്. അതിൽ എ എന്ന് പറയുന്നതിലേക്കുള്ള എയിലൂടെ പാസ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ളത് അതിനോടൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആവും. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഇത് നമ്മൾ കമ്പോണൻസ് ആയിട്ടാണ് പറയുന്നത്. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു ടി. വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു ടി. സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു സെഡ് നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു ടി. ഇത് നമ്മളുടെ നോർമൽ ലൈനിൻ്റെ ഇക്വേഷനാണ്. നോർമൽ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. അതുപോലെ നമ്മളിപ്പോൾ ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് പ്ലെയിനും പഠിച്ചു. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ പഠിച്ചു. ഇനി ഇത് തന്നെ വേറൊരു രീതിയിലും കൂടെ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. വെൻ എക്സ്പ്രസ്ഡ് ആസ് എ സിമെട്രിക് ഇക്വേഷൻ ദ നോർമൽ ലൈൻ ടു എ സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി അറ്റ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈസ് ഗിവൺ ബൈ. അതായത് നമുക്കിതിനെ സിമെട്രിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ നോർമൽ ലൈനിൻ്റെ ഇക്വേഷനെ നമുക്കൊരു സിമെട്രിക്കൽ ഇക്വേഷൻ ആയിട്ട് നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എഫ് വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. അതായത് ഇതൊന്നും ഇല്ല കേട്ടോ. ഈ ഇക്വേഷന് ടി എന്താണ് എഴുതിയത്, അതിന് മൂന്നിനും ടി എന്താണ് എഴുതാം. അപ്പോൾ എൽ എച്ച് എസ് എല്ലാവർക്കും ഈക്വൽ ആയത് കാരണം നമുക്കിതിങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ്: ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ, അതുപോലെ തന്നെ നോർമൽ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ ദ സർഫസ് എക്സ് സെഡ് മൈനസ് വൈ സെഡ് ക്യൂബ് പ്ലസ് വൈ സെഡ് സ്ക്വയർ ഈക്വൽ ടു 2. First one, find an equation of the tangent plane to the surface at the point 2, minus 1, 1. Find the parametric equation and the symmetric equation of the line that is normal to the surface at the point 2, minus 1, 1. ഒന്നുമില്ല, നമുക്കൊരു സർഫസ് തന്നിട്ടുണ്ട്. ആ സർഫസിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷൻ ആൻഡ് സിമെട്രിക് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയും ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ പഠിച്ചില്ലേ ആ ഇക്വേഷൻസ് ഒന്ന് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ കർവ് എന്താ തന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന കർവ് ഇങ്ങനെയാണ് കേട്ടോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന കർവ് ഇങ്ങനെയാണ്: എക്സ് സെഡ് മൈനസ് വൈ സെഡ് ക്യൂബ് പ്ലസ് വൈ സെഡ് സ്ക്വയർ ഈക്വൽ ടു 2. ഓക്കെ, ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കർവിനെ ഞാൻ എങ്ങനെ എഴുതുമെന്ന് അറിയോ? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ലെവൽ സർഫസ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഈ 2നെയും കൂടെ ഇങ്ങനെ കൊണ്ടിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സെഡ് മൈനസ് വൈ സെഡ് ക്യൂബ് പ്ലസ് വൈ സെഡ് സ്ക്വയർ മൈനസ് 2 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ എന്താണ്. നമുക്ക് ഈ പോയിന്റ് ഏത് പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദ പോയിന്റ് 2, 1, -1. സോറി, അങ്ങനെയല്ല, 2, -1, 1 ഈ പോയിന്റിലാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ എക്സ് നോട്ട്, നമ്മുടെ വൈ നോട്ട്, നമ്മുടെ സെഡ് നോട്ട്. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ എന്ന് എഴുതിയേ. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ എപ്പോഴും ഇക്വേഷൻ ആദ്യം എഴുതിടാം. അപ്പോൾ നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളതിൽ കേട്ടോ. നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് അതിന് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ടാൻജന്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഇതിൽ ആരൊക്കെ കണ്ടുപിടിക്കണം? നമ്മൾ എഫ് എക്സിനെ കണ്ടുപിടിക്കണം, എഫ് വൈനെ കണ്ടുപിടിക്കണം, എഫ് സെഡിനെ കണ്ടുപിടിക്കണം അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സെഡ് മൈനസ് വൈ സെഡ് ക്യൂബ് പ്ലസ് വൈ സെഡ് സ്ക്വയർ മൈനസ് 2. നമുക്ക് ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ സെഡ് ഇതിലൊന്നിലും ഇല്ല അല്ലേ, അപ്പോൾ സെഡ് മാത്രമേ വരൂ. സെഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന വാല്യൂം കൂടെ ഞാൻ കണ്ടുപിടിച്ച് പോവുകയാണ്. എഫ് എക്സ് അറ്റ് 2, -1, 1 2, -1, 1. ഇവിടെ എന്താ വരിക? സെഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ 1 വരും. ഓക്കെ, പിന്നെ നമ്മൾ എഫ് വൈ ചെയ്യും.
എഫ് വൈ ഈക്വൽ ടു ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സെഡ് ക്യൂബ്, ഇവിടെ നമുക്ക് പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും. അതായത് എഫ് വൈ അറ്റ് 2 മൈനസ് 1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൈനസ് 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമുക്ക് എഫ് സെഡ് കണ്ടുപിടിക്കണം. എഫ് സെഡ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എക്സ് എന്ന് വരും അല്ലേ, മൈനസ് 3yz സ്ക്വയർ പ്ലസ് 2yz. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പോയിന്റിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. എഫ് സെഡ് ഓഫ് 2 മൈനസ് 1 എന്താ കിട്ടുന്നത്? 2 മൈനസ് 3 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് എക്സ് കിട്ടി, എഫ് വൈ കിട്ടി, എഫ് സെഡ് കിട്ടി. ഇനി നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ പറഞ്ഞപ്പോഴേ അവിടെ നമ്മൾ ടാൻജന്റ് പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഡെൽ എഫ് കണ്ടുപിടിച്ചത് നോട്ട് 0 ആണെന്നും കൂടെ പറയണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മളിത് വാലിഡ് ആവുള്ളൂ ഈ ഇക്വേഷൻ. അപ്പം നമുക്ക് ഡെൽ എഫ് നോട്ട് 0 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഡെൽ എഫ് നോക്കാം. ഡെൽ എഫിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ എഫ് ഈക്വൽ ടു, ഞാൻ എഫ് എക്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. എഫ് എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ വീണ്ടും ഡോ എഫ് എഴുതാല്ലേ, പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ. അറ്റ് പോയിന്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അറ്റ് 2 മൈനസ് 1 ആണ്. അപ്പോൾ ഞാനിത് ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ പോയിന്റിൽ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഐ പ്ലസ് 0 ഇൻറ്റു ജെ പ്ലസ് 3 ഇൻറ്റു കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 3k എന്ന് കിട്ടുക. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇത് നോൺ 0 ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടാൻജന്റ്, ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ അല്ലേ. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ അറ്റ് 2 മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയായിരുന്നു. എഫ് എക്സ് ഓഫ് 2 മൈനസ് 1 എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്, എക്സ് നോട്ട് പകരം ഞാൻ 2 എഴുതി, പ്ലസ് എഫ് വൈ ഓഫ് 2 മൈനസ് 1 അതുപോലെ ഇവിടെ y മൈനസ് മൈനസ് 1 വരും, പ്ലസ് ഇവിടെ നമുക്ക് എഫ് സെഡ് ഓഫ് 2 മൈനസ് 1 അതുപോലെ ഇവിടെ വരുന്നത് z മൈനസ് 1 ഈക്വൽ ടു 0. ഇനി ഞാൻ എഫ് എക്സും എഫ് വൈ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ഇവിടെ 0 ഇൻറ്റു വൈ പ്ലസ് 1 പ്ലസ് നമുക്ക് എഫ് സെഡ് കിട്ടിയിരിക്കുന്നത് 3 അല്ലേ, 3 ഇൻറ്റു z മൈനസ് 1 ഈക്വൽ ടു 0. ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. എക്സ് മൈനസ് 2 പ്ലസ് 3z മൈനസ് 3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3z ഈക്വൽ ടു 5. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തത്. എ ആണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തത്. നമുക്കിനി B1 എന്താണത്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പാരാമെട്രിക് ഇക്വേഷൻ ആൻഡ് സിമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് ഈസ് നോർമൽ ടു ദ സർഫസ് അറ്റ് 2 മൈനസ് 1. അപ്പോൾ നമുക്ക് നമ്മളുടെ പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരുന്നു? പാരാമെട്രിക് ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു ടി ആൻഡ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ടി. ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. പാരാമെട്രിക്കലി നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിമെട്രിക് ഇക്വേഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ പോരെ. നമുക്ക് ഇവിടുത്തെ പോയിന്റ് ഒന്നും കൂടെ ഞാൻ എഴുതി വെക്കട്ടെ. പോയിന്റ് ഏതൊക്കെയാണ്? 2 മൈനസ് 1 ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം പോരെ. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ആണ്. 1 ഇൻറ്റു ടി ദാറ്റ് ഈസ് which implies എന്താ കിട്ടുക? x equal to 2 plus t. This is the first one. And y equal to y naught എന്ന് പറഞ്ഞാൽ -1 ആണ്, പ്ലസ് എഫ് വൈ എന്താ കിട്ടിയിരിക്കുന്നത്? എഫ് വൈ എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടിയത്, 0 ഇൻറ്റു ടി വിച്ച് ഇംപ്ലൈസ് y equal to -1. ഓക്കെ, -1 ആണേ. ഓക്കെ, ഇനി z equal to z naught എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് എഫ് സെഡ് കിട്ടിയിരിക്കുന്നത് 3 അല്ലേ, 3 ഇൻറ്റു ടി വിച്ച് ഇംപ്ലൈസ് z equal to 1 plus 3t. ഇതാണ് നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻസ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സിമെട്രിക് ഇക്വേഷനും കൂടെ കണ്ടുപിടിക്കണം അല്ലേ. സിമെട്രിക് ഇക്വേഷൻ എക്സ്പ്രഷൻ എന്തായിരുന്നു? സിമെട്രിക് ഇക്വേഷൻ
എന്തായിരുന്നു എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് എക്സ്. എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഐ ഓഫ് സെഡ് നോട്ട്, എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്, which is equal to z minus z naught divided by fz of x naught y naught z naught. ഇതാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും അറിയാലോ. നമ്മൾ പോയിന്റ് ചെയ്തായിരുന്നു ഒന്ന് എഴുതിയിരുന്നുണ്ട്. 2 മൈനസ് 1 1 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എക്സ് മൈനസ് 2 ഇൻറ്റു എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ വൈ മൈനസ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ ഇവിടെ 0 ആണ് കേട്ടോ എഴുതുന്നത്. അത് നമ്മളിപ്പം ജസ്റ്റ് ഇവിടെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എഴുതാൻ പാടില്ല ശരിക്കും. ഞാനത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് z മൈനസ് 1 ഡിവൈഡഡ് ബൈ f2 ഓഫ് x നോട്ട് y നോട്ട് z നോട്ട് എന്ന് പറഞ്ഞാൽ 3 വരും അല്ലേ. അപ്പം നമുക്ക് ഇതിനെ രണ്ടിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്ത് എഴുതാം, കാരണം അത് രണ്ടും ഈക്വൽ ആണ്. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു t എന്നാണ് ശരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിനെ x മൈനസ് 2 and which is equal to z minus 1 divided by 3. അതിനെ ഞാൻ എങ്ങനെ എഴുതി? ഇനി ഇത് രണ്ടും ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അതായത് y plus 1 divided by 0 into t എന്നാണ് വരിക, which implies y equal to -1 എന്ന് വരും. 0 into t ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. y plus 1 equal to 0 എന്ന് വരും. ഓക്കെ, അതായത് ഈ 0നെ ഈ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സെപ്പറേറ്റ് തന്നെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിനും അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ദ നോർമൽ ലൈനും. അപ്പോൾ രണ്ട് എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ട്, പാരാമെട്രിക് ഇക്വേഷൻ എക്സ്പ്രഷനും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്താണ് സിമെട്രിക് ഇക്വേഷൻസ്, അതിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ് ടു ദി സർഫസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അത് സിമ്പിളാണ്, അതും കൂടെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, കാരണം അതിൽ കുറച്ചധികം പ്രോബ്ലംസ് ചെയ്യാനുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം ഓക്കെ, താങ്ക് യു.